ഹായ്, ക്രിയേറ്റീവ് ആർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ചിരട്ടകൾ കൊണ്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ഒരുപാട് കുര്യമ്പപ്പേൻ്റെ കണ്ടിട്ടുണ്ട്, ദാമോദരേട്ടൻ്റെ കണ്ടിട്ടുണ്ട്, ഭാസ്കരേട്ടൻ്റെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ നമ്മൾ ചിരട്ട കൊണ്ടുള്ള വിസ്മയങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു വിസ്മയ ലോകത്തേക്കാണ്. കാരണം നമ്മൾ ഒരടി അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള സൈസുകളാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ആയിരക്കണക്കിന് ചിരട്ടയുടെ കഷ്ണങ്ങൾ വെച്ചിട്ട് വളരെ ഗംഭീരമായ ഒരു വീഡിയോ ആണ്. ചെടികളും പൂക്കളും അല്ലാത്തതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട, കാരണം അത്ര അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഇത് എവിടെയാ സ്ഥലം എന്താന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അതെ, ഇത് കോടഞ്ചേരിക്ക് അടുത്ത് മുറമ്പാത്തി എന്ന് പറയുന്ന സ്ഥലമാണ്, അതായത് കോഴിക്കോട് ജില്ല. വീണ്ടും പറയുന്നു, ചെടികളും പൂക്കളും അല്ലാത്തതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ചെടികളും പൂക്കളും ഉണ്ട്, അതുകൂടാതെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. മനോഹരമായ ഒരു കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ആളെ ആരാണെന്നുള്ളൊരു ചിന്ത വരും. അതെ, അദ്ദേഹത്തിൻ്റെ പേര് പൊന്നപ്പൻ എന്നാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് പോവാം. അവിടെ നമ്മുടെ പൊന്നപ്പേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ പൊന്നപ്പേട്ടനെ കാണാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറേ കാരണങ്ങൾ. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ഞാൻ ഇത് ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളാണ്. ഓക്കെ, പക്ഷേ ചിരട്ട കൊണ്ടുള്ള കുറേ വസ്തുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയ കുറച്ച് വ്യത്യസ്തമായ ഒരുപാട് ആളുകൾ ഉണ്ടാക്കുന്ന രീതിയിലല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കണ്ടു. ഒന്നാമത്തെ പറയേണ്ട ഈ മയില് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണത് ചെയ്തിട്ടുള്ളത്? ഇത്രയും വലിപ്പത്തിൽ ഈ ചിരട്ട കൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഉദിക്കുന്നതും ആയ കാര്യങ്ങളാണ്. നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതാ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് രാവും പകലും ഇല്ലാതെ ഇരുന്ന് ഞാൻ ഈ പണിയെടുക്കുന്നുണ്ടായിരുന്നു. കൊറോണ സമയത്ത് രാത്രി നേരം വെളുക്കോളം ഇരിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ചിരട്ടയാണെന്നൊക്കെ? ഇതും ചിരട്ടയാണ്, എല്ലാം ചിരട്ടയാണ്. അപ്പൊ ഇതെങ്ങനെ ചിരട്ട? ഇത് ചിരട്ട റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നത്. എങ്ങനെയാണ് ഈ ചിരട്ട റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഓരോ പീസ് റൗണ്ട് ചെയ്തിട്ട് ഇത് 183 പീസ് ഉണ്ട് ഇതിന്. ഈ കഴുത്ത് മാത്രം അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ചിരട്ട കൊണ്ട് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വലുപ്പത്തിൽ, സൈസ് വലിയ സൈസാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ട ഒരു രൂപമുണ്ട് ഇവിടെ, വിഘ്നേശ്വരൻ. ഇത് ഗണപതിയുടെ വിഘ്നേശ്വരനാണത്. ഇത് ഈ ഫ്ലാറ്റ് പോലെ അപ്പോൾ എങ്ങനെ നമ്മൾ ഉരച്ചുണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഓരോ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട അധികം കുഴിയില്ലാത്ത ചിരട്ടകൾ നോക്കിയിട്ട്, കട്ടിയുള്ള ചിരട്ട നോക്കിയിട്ട് എടുക്കും. അതെടുത്തിട്ട് ഫ്ലാറ്റ്. ഇത് 447 പീസ് ഉണ്ട്. 446 പീസ്. 6 പീസ് 446. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്ലാറ്റായി, അതായത് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണ്. ഇതിന്റെ ഇടയ്ക്ക് വിഘ്നേശ്വരന്റെ എലിയും ഉണ്ട് അല്ലേ? ഉണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചിരട്ട കൊണ്ട് കുറേ വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരം രീതിയിലുള്ള രൂപങ്ങൾ ഞാൻ അധികം കണ്ടിട്ടില്ല. തീരെ കണ്ടിട്ടില്ല എന്നല്ല, പക്ഷേ ഇത്രയും കുറച്ച് സൈസ്, വലിപ്പം കൂടിയ സൈസിൽ ഇത്രയും നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, എടുത്ത കാര്യങ്ങൾക്ക് അതിൻ്റെതായ യഥാർത്ഥമായിട്ട് പറഞ്ഞു തരാൻ, അത് ഇത്ര പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പോലും ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. എന്തായാലും കൊള്ളാം. അടുത്തത് ഇതേപോലെ ഞാൻ കണ്ടത് നമ്മുടെ കണ്ണനാണ്. ഇത് കണ്ണനും അതേ കണ്ടീഷൻ തന്നെ. ഇത് 300 പീസ് ഉണ്ട് ഇതിന്. അതായത് 300ഓളം പീസുകൾ, കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ചിട്ടാണ്. മുഴുവൻ ചിരട്ടയാണ്. എന്താണ് ഗം എന്താണ് ഉപയോഗിക്കുന്നത്? ഗം വുഡ് ഫില്ല് എന്ന് പറഞ്ഞ ഗമ്മാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ മെറ്റീരിയൽ ഇതിന് വേറെ ഉപയോഗിക്കുന്നുണ്ട്? വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മെഷീൻസുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ മെഷീൻസ് വെച്ചാണ്, വേറെ മെറ്റീരിയൽസുകളൊന്നുമില്ല. ഇത് ഒട്ടിച്ചത് ഫില്ലായി കഴിയുമ്പോൾ നമ്മൾ ഈ ചിരട്ടയുടെ പൊടി തന്നെയാണ് ഇതിനകത്ത് ഞാൻ ഫില്ല് ചെയ്ത്, അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിരട്ട. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ആദ്യം ഉണ്ടാവൂല, ഞാൻ തന്നെ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്നതിന്റെ പേരിൽ ഇത് ഒട്ടിയിരിക്കണമല്ലോ ഈ സാധനം. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അതേ രൂപത്തിൽ തന്നെ മാതാവ് ഇതും ഈ പറഞ്ഞ പോലെ ഈ സംശയങ്ങൾ തോന്നുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഇത് ചിരട്ടയാണോ? അതായത് നമുക്ക് വേറൊന്നുമല്ല, ശരിക്കും കാണുന്ന ഒരാൾക്കും ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 1.5 അടിക്ക് മുകളിലുണ്ട് അതിന്റെ വലിപ്പം. അതുകൊണ്ടില്ലേ ചിരട്ടയാണത്. അപ്പൊ അത് ശരിക്കും ഇതേപോലെ പീസ് ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ 2 പീസ് തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഒട്ടിച്ച് കൊണ്ടുവരുന്നതാണ്. കാർവ് ചെയ്ത് എടുക്കുന്നതാണ്. എന്തായാലും ഫേസും ഒക്കെ, മാതാവും ഉണ്ണീശോയും ഒക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ ഉള്ളത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റാരും ചിരട്ടേൻ്റെ ചെയ്യാത്തതുകൊണ്ടല്ല, വീണ്ടും എടുത്തു പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു തരം രൂപങ്ങളായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ.
അതേപോലെ തന്നെ പിന്നെ അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ചേതക്ക്, പഴയ ചേതക്ക്. അതെ, ഇതിന്റെ ഇടയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ പ്രാധാന്യം, അതായത് മറ്റുള്ളവർ ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ് പ്രാധാന്യമായിട്ട് പറയാത്തത്. അറിയാലോ ഇത് ചേതക്ക്. ഇത് എനിക്കിങ്ങനെ തോന്നി പഴയ ചേതക്കൊന്ന് പണിയണമെന്ന്, വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ. അത് തിരികെയും ചെയ്യും, സാധനങ്ങളെല്ലാം ചെയ്യും. സ്റ്റാൻഡും കറക്റ്റ് വർക്ക് ചെയ്യുന്ന, സ്റ്റാൻഡും കറക്റ്റ് ആണ്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണ് സാധനം. ശരി. അപ്പൊ എല്ലാം ഒരു എന്താ പറയാ, അനാട്ടമി കറക്റ്റാന്ന് പറഞ്ഞ പോലെ അതിലെല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഗുഡ്. അതേപോലെ തന്നെ ഇതാ തെങ്ങുണ്ട്, തെങ്ങുണ്ട്, തേങ്ങയുണ്ട്. ഇതൊക്കെ പിന്നെ നോർമലി കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കാളവണ്ടി. കൊള്ളാം. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും കാളവണ്ടി യുഗത്തിലേക്ക് പോയ പോലത്തെ ഒരു ഫീലാണ്. അത്രയും നന്നായിട്ടുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു. എന്നാൽ പിന്നെ 2 കാളാനും കൂടെ ഉണ്ടാക്കിക്കൂടായിരുന്നോ? കാളാനും ഉണ്ടാക്കണം. ഇപ്പരയിലാണ്. ഓക്കെ. അതേപോലെ ഒട്ടകം. അതേപോലെ മൂങ്ങ, ഒട്ടകം, അങ്ങനെ എന്ന് വേണ്ട പറയാനാണെങ്കിൽ ഒരുപാട്. പിന്നെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയത് വലിപ്പമുള്ള ഒരു ആന തന്നെയാണ്. ഇതിനകത്ത് തേങ്ങ എടുത്ത് കളഞ്ഞിട്ടില്ല, കൊപ്രയുണ്ട്. ആ കൊപ്ര ആടൂല. അത് ഗമ്മ ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് കൊപ്ര സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആനയും ഒരു നല്ല ഭംഗിയുള്ള ആന. ഇതിന്റെ കൊമ്പായിട്ട് എന്താ വെച്ചിട്ടുള്ളത്? കൊമ്പം ചിരട്ട തന്നെയാണ്. ഒരു സാധനം വേറെ ഇല്ല, വേറെ ഒരു സാധനവും ഇല്ല ഇതിനകത്ത്. മരത്തിന്റെ സാധനങ്ങളൊന്നുമില്ല. ഇത് ഇതേ കണ്ടീഷൻ തന്നെ. കൊള്ളാം. എന്തായാലും നല്ലതാണ്. വലിയ മുയല്, മൂങ്ങ. അതേപോലെ ആ മൂങ്ങ മരത്തിലിരിക്കുന്ന അതും ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. അതെടുക്കാൻ കഴിയില്ലേ? കുറെ സാധനങ്ങൾ ഇവിടെ നിന്ന് പോയി. അത് ഇതും അതേപോലെ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ഉണങ്ങിയ മരമാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും അതിലും ഇടയ്ക്കൊക്കെ ചില തളിരിപ്പും പൂക്കളും ഒക്കെ ഉണ്ട്. എന്തായാലും അതിന് രസമായി. അതും സൈസുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത, സാധാരണ ചിരട്ട കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ചിരട്ടയുടെ അല്ല ഒരു 1.5 ചിരട്ടയുടെ വലിപ്പമാണ് വരിക. പക്ഷേ ഇത് അത്യാവശ്യം ഒരു 1.5 അടി 2 അടി വലിപ്പത്തിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 8 ചിരട്ടയാ, ചെറിയ ചിരട്ട. ഇത് ഉടുമ്പാണ്, ഉടുമ്പ്. അതിൻ്റെ ആ പല്ലുകൾ ഉള്ള എത്ര വർക്ക് ചെയ്യണം അതേമാതിരി പല്ല് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇത് ഒച്ചാണ്, ഒച്ചക്ക് എത്ര പെർഫെക്റ്റ് ആണ് നോക്ക്. ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതേമാതിരി ഒരു ഒച്ച കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ അപ്പം തന്നെ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഉടൻ തന്നെ ഉണ്ടാക്കിയതാണത്. ചെറിയ പീസുകൾ കൊണ്ടാണ് നമ്മളിത് ഒട്ടിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. 600, 700, 700 ചില്ലാം പീസുകൾ വരെ ചെയ്യും. എല്ലാം വർക്ക് ചെയ്യും. സ്റ്റാൻഡ് അടക്കം വർക്ക് ചെയ്യും. സൈലൻസർ, ടയർ എല്ലാം, സ്റ്റിയറിംഗ് എല്ലാം വർക്ക് ചെയ്യും. സ്റ്റിയറിംഗ് എല്ലാം ഇതേമാതിരി വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതേപോലെ കാളവണ്ടി, പഴയ കാളവണ്ടി. ഇത് ഈ കഷ്ണങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഈ ഇതേമാതിരിയുള്ള ചെറിയ പീസുകൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അതേമാതിരി രാഗി, അരങ്ങുണ്ട് രാഗി ഉണ്ടാക്കി എടുക്കുന്ന വർക്കാണ്. എല്ലാം കൈപ്പണിയാണ്, ഫുൾ കൈപ്പണിയാണത്. പിന്നെ അതേമാതിരി പെയിന്റുകളോ ഇതൊന്നും. അപ്പൊ ഇതിനൊക്കെ കളർ എങ്ങനെയാ വരുന്നത്? അപ്പൊ ഈ കളറ് സാധാരണ ടച്ച് വുട്ടിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഈ പശയാണ്, വുഡ്ഫിൽ എന്ന് പറഞ്ഞ പശ കൊണ്ടാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. ടച്ച് വുട്ട് മാത്രമേ ഉള്ളൂ, പോളിഷ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൊറേ ഈ വെള്ള കണ്ണുകള്, വെള്ള കൊമ്പുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ? കൊമ്പുകളൊക്കെ കരിക്കാണ്, കരിക്കിന്റെ ചിരട്ടയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെള്ള കളറുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ച അതേ കാര്യം വീണ്ടും കാണിക്കുന്നുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ എന്നിപ്പോൾ മനസ്സിലായില്ലേ? അതെ, തികച്ചും കൗതുകം നിറഞ്ഞ കാഴ്ചകളാണെങ്കിൽ മാത്രമാണ് സെക്കൻഡായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരേ കാര്യം. ഇപ്പോൾ ചിരട്ടേൻ്റെ 3ാമത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് 3ഉം വ്യത്യസ്തമായ, ഒന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വീഡിയോകൾ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നിയ കാര്യവും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ചിരട്ട കൊണ്ട് വേറെ മിഷനറീസ് ഒന്നുമില്ല, സാധാരണ ഉളിയും കത്തിയും കോടാലിയും എന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ തന്നെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. വലിയ മിഷനറീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.